ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ 2025 എന്ന് പറഞ്ഞ നമ്മുടെ വർഷം ഏകദേശം ഒരു അവസാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ വർഷാവസാനം വന്നിരിക്കുന്ന ടോപ്പ് 10 വാഹനങ്ങളിലുള്ള ഡിസ്കൗണ്ട്സ് ആണ്. ആൻഡ് അതിൽ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ കൈലാക്കാണ്. കുറച്ച് വണ്ടികൾക്ക് സിമിലർ ഡിസ്കൗണ്ട്സ് ഉണ്ട്, കുറച്ച് വണ്ടികൾക്ക് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് എമൗണ്ടും പറയാൻ പറ്റും. പക്ഷേ ചില വണ്ടികൾ സ്പ്ലിറ്റ് ഇല്ല, ജസ്റ്റ് മാക്സിമം ഡിസ്കൗണ്ട് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൈലാക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2024 സ്കോഡ ഇറക്കിയ അവരുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. സപ്പോമീറ്റർ SUV ആണ്. 7.9 lakhs ഇനീഷ്യലി ലോഞ്ച് ചെയ്ത്. ഇപ്പോൾ ടാക്സ് എല്ലാം കുറച്ചപ്പം 7.55 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 12.8 lakhs വരെയാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. നമ്മൾ പറയുന്നതിൽ എക്സ്ഷോറൂം പ്രൈസ് ആയിരിക്കും. ആൻഡ് നമുക്ക് ഈ വാഹനത്തിൽ മാക്സിമം 75,000 വരെയുള്ള ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതായത് ലോയൽറ്റി ബോണസ്, എക്സ്ചേഞ്ച് ബോണസ്, പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട്, കോർപ്പറേറ്റ് ഓഫർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. സോ ഇതാണ് ആദ്യത്തെ വാഹനം. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം രണ്ടും സെയിം തന്നെയാണ്. അതായത് ഡിസ്കൗണ്ട് വൈസ് സെയിം ആണ്. നമ്മുടെ ടാറ്റയുടെ ഹാരിയർ ആണ് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിനും സെയിം 75,000 വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഡിസ്കൗണ്ട് ആണ്. അതിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഡീലർഷിപ്പ് അനുസരിച്ച് കറക്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും എത്രയാണ് സ്പ്ലിറ്റ് എമൗണ്ട് എന്നുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ ഈ വണ്ടിയുടെ കാര്യത്തിലൊക്കെ മാക്സിമം എമൗണ്ടേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ വണ്ടിയുടെ ഒരു പെട്രോൾ മോഡലും കൂടി ഇനിയിപ്പോൾ ഈ വരുന്ന ഡിസംബർ 9 ഇറങ്ങാൻ പോകുന്നുണ്ട്. നമ്മുടെ സിയറിൽ കണ്ട സെയിം 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരുന്നത്. പവർ ഫിഗേഴ്സ് സിയറിൽ നമുക്ക് 160 PS 255 Nm ടോർക്കുമാണ് കിട്ടുന്നത്. ഈ വണ്ടിയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല, ചിലപ്പം ഇത്തിനും കൂടെ പവർ കൂട്ടുമായിരിക്കും. ഏതായാലും ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് നമുക്ക് മാക്സിമം കിട്ടുന്നത് 78,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ്. വലിയ വ്യത്യാസമില്ല കൈലാക്ക് ഇതും തമ്മിൽ. പക്ഷേ പ്രൈസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ഈ വണ്ടി 6.8 lakhs സ്റ്റാർട്ട് ചെയ്ത് 11.98 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ആൻഡ് അതിൽ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് വരുന്ന വേരിയൻസ് ഏതൊക്കെയാണ് എന്നും അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. മിക്കവാറും നമുക്ക് ടർബോ പെട്രോൾ മോഡൽസിലായിരിക്കും കൂടുതൽ ഓഫർ ഉണ്ടാകുന്നത്. അതായത് ടോപ്പിൻ 2 വേരിയൻസ്, അതാണ് ആൾക്കാർ ഏറ്റവും കുറവ് എടുക്കുന്നത്. ഈ വണ്ടിയുടെ ഏറ്റവും സെയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള വേരിയൻസ് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ 1.2 ലിറ്ററിൽ വരുന്നതാണ്. 1.2 1 ലിറ്റർ എഞ്ചിൻ രണ്ടെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന 1.2 തന്നെയാണ്. പ്രൈസ് കാരണമായിരിക്കും. ഇനി അടുത്ത നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഈ വണ്ടിയും ഇറങ്ങിയ കാലത്ത് ഒരു 7,000 8,000 ഒക്കെ സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ സെയിൽ വന്നിട്ട് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 5,000 6,000 റേഞ്ചൊക്കെയാണ് സെയിൽ കിട്ടുന്നത്. പഞ്ചിൻ്റെ കോമ്പറ്റീഷനിൽ ഇറക്കിയതായിരുന്നു, പക്ഷേ അധികം ആൾക്കാരൊന്നും വാങ്ങിയില്ല. പഞ്ചിൻ്റെ അത്രയും വാങ്ങിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പഞ്ചിന് മിക്കവാറൊക്കെ ഒരു 18,000 ആ റേഞ്ചിലൊക്കെയാണ് ഒരു കാലത്ത് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇതിൽ മാക്സിമം നമുക്ക് ഇപ്പോൾ 85,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഇതിൻ്റെയും സ്പ്ലിറ്റ് എമൗണ്ട് അവൈലബിൾ അല്ല, പക്ഷേ മാക്സിമം അത്രയും വരെ കിട്ടുന്നുണ്ട്. പ്രൈസും ഒരുപാടൊന്നുമില്ല. 5.5 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 9.6 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീലാണ്. പക്ഷേ എൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇനിയിപ്പോൾ 2026 വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ അങ്ങനെ ഒരു വണ്ടിയുണ്ട്. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന 2 വണ്ടികളുണ്ട്. അതായത് സെയിം ഡിസ്കൗണ്ട് വെച്ച് തന്നെ വരുന്നത് 90,000 ആണ് ഈ 2 വാഹനങ്ങളും വരുന്ന ഡിസ്കൗണ്ട്. അതിലൊന്ന് നമ്മുടെ MGയുടെ ഹെക്ടർ ആണ്. 14 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 20 lakhs വരെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഈ വണ്ടിയുടെയും ഒരു ഫേസ് ലിഫ്റ്റ് ആക്ച്വലി ഡിസംബറിൽ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും പൊതുവേ ഈ വണ്ടിയുടെ സെയിലും അത്ര ഭയങ്കര ഇമ്പ്രസീവ് ഒന്നും അല്ല. ഇതിൻ്റെ നമുക്ക് സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ള സെയിൽസ് അവൈലബിൾ അല്ല. പക്ഷേ സ്റ്റിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് 1.5 ടർബോ പെട്രോൾ ആണ്, പിന്നെ വരുന്ന 2 ലിറ്റർ ഡീസൽ ആണ്. 2 ലിറ്റർ ഡീസൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല, മാനുവൽ മാത്രമേ ഉള്ളൂ. പിന്നെ MGക്കാരും പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പെട്രോൾ എടുക്കുക, പെട്രോൾ CVT ആണ് ഇപ്പോൾ കിട്ടുന്നത്. പണ്ട് DCT ആയിരുന്നു, അതവർ നിർത്തി. ഏതായാലും അതാണ് നമ്മുടെ ഹെക്ടറിൻ്റെ കാര്യം. ഇനി അടുത്ത വരുന്ന കിയയുടെ സിറോസ് ആണ്. ഈ വണ്ടി സെയിലിൻ്റെ കാര്യത്തിൽ കുറച്ച് പരിതാപകരമായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 500 700 800 ആ റേഞ്ചൊക്കെ സെയിൽ കിട്ടാറുള്ളൂ. ഡിസ്കൗണ്ടും സെയിം മറ്റേ ഹെക്ടറിൻ്റെ കേസിൽ പറഞ്ഞ 90,000 വരെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്ന 8.67 lakhs സ്റ്റാർട്ട് ചെയ്ത് 15.94 lakhs വരെയാണ് എക്സ്ഷോറൂം. നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോളും അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ ഡീസൽ മോഡലും പിന്നെ മാനുവൽ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സോണറ്റിൻ്റെ മുകളിലുള്ളൊരു പൊസിഷനിങ്ങിലൊക്കെ ഇറക്കിയതാണ്. പക്ഷേ വില ഒരു അല്പം കുറച്ചധികം കൂടിപ്പോയതുകൊണ്ടായിരിക്കണം അധികം നല്ലൊരു മാർക്കറ്റ് റെസ്പോൺസീവ് വാഹനത്തിന് കിട്ടാതിരുന്നത്. അങ്ങനെ ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയി. ഇനി നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ജിംനിയാണ്, സുസുക്കി ജിംനിയാണ്. ഈ വണ്ടിയും ഇനീഷ്യലി അവർ ഇറക്കിയ സമയത്ത് അത്യാവശ്യം സെയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ലോഞ്ച് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വാങ്ങിയില്ല. ഇപ്പോൾ പിന്നെ പതുക്കെ എല്ലാ മാസങ്ങളിലും ഈ വണ്ടിക്ക് ഡിസ്കൗണ്ട് ഉണ്ടാകും. അങ്ങനെ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മാസവും ഡിസ്കൗണ്ട് ഉണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് മാക്സിമം 1 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതിൽ പ്രത്യേകിച്ച് സ്പ്ലിറ്റപ്പ് ഒന്നുമില്ല, ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സോ അത് നല്ല കാര്യമാണ്. പിന്നെ 12.3 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 14.5 lakhs വരെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ആകെപ്പാടെ 2 വേരിയൻസ് ഉള്ളൂ. ആ ഉള്ള 2 വേരിയൻസിൻ്റെ മാനുവലും ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ട്. അതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഡിസ്കൗണ്ട് ആവശ്യത്തിന് കിട്ടുന്നതനുസരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കേജാണിത്.
ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റ് ആണ്. ഈ വണ്ടിക്ക് മാക്സിമം ഡിസ്കൗണ്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ വരുന്ന 1.36 lakhs ആണ്. ഇതിന് ഓരോ റീജിയൻ വൈസ് ആണ് ഒരു ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 1.25 lakhs വരുന്ന മാക്സിമം ഡിസ്കൗണ്ട്. പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ 1.2 lakhs എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മാക്സിമം 1.36 lakhs വരെ കിട്ടേണ്ടതാണ്. പക്ഷേ അതിൽ സ്പ്ലിറ്റപ്പ് ഉണ്ടാവും. എല്ലാം ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടല്ല വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിലും 5.6 lakhs സ്റ്റാർട്ട് ചെയ്ത് 10.8 lakhs വരെയൊക്കെയാണ് പോകുന്നത്. ഇത് ഇനീഷ്യലി ലോഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയായിരിക്കും 4.99 lakhs 2020 അവസാനമൊക്കെ ഡിസംബറൊക്കെ ആയപ്പോഴേക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികമൊന്നും കൂടിയിട്ടില്ല. കഴിഞ്ഞൊരു 4-4.5 വർഷത്തിനുള്ളിൽ അകപ്പാടെ കൂടിയത് 60,000 രൂപയാണ്. പിന്നെ അതിനിടയ്ക്ക് പ്രൈസൊക്കെ കുറഞ്ഞായിരുന്നു ടാക്സ് പറഞ്ഞപ്പം. ഇനി നമ്മൾ അത്യാവശ്യം മേജർ ഡിസ്കൗണ്ട് ഉള്ള വാഹനങ്ങളിലേക്ക് കയറിയിട്ടുണ്ട്. 4th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ട എലവേറ്റ് ആണ്. ഈ വണ്ടിയുടെ സെയിൽസ് ആവറേജ് ആണെന്ന് പറയാം. ഒരു 1,800 to 3,000 ഇടയിലൊക്കെ ആയിട്ടാണ് ഇതിന് സെയിൽ വരാറ്. ഭയങ്കര ഇമ്പ്രസീവ് ഒന്നുമല്ല. പക്ഷെ എന്നാലും മാക്സിമം 1.76 lakhs വരെ ഡിസ്കൗണ്ടാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ആൻഡ് 1.25 ലക്ഷത്തിനടുത്ത് ഡിസ്കൗണ്ട് ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് അല്ല, ലോയൽറ്റി ബോണസും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്രയും കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിലും 11 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 16.5 lakhs വരെയാണ് പോകുന്നത്. ഈ വണ്ടിയിൽ ഹോണ്ട ഒരു ഹൈബ്രിഡും അതുപോലെ ടർബോ പെട്രോളും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് ഫീച്ചേഴ്സും കൂടെ കൂട്ടി ഇറക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ നന്നായിട്ട് മാർക്കറ്റ് പിടിക്കുകയായിരുന്നു. പക്ഷെ അത് അവർ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും സെയിൽസ് ഭയങ്കര ആവറേജ് ആയിട്ട് നിൽക്കുന്നു. ഇനി നമ്മുടെ അടുത്ത വാഹനം ഫോക്സ്വാഗൻ്റെ ടൈഗൺ ആണ്. ഇതിന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇയർ എൻഡ് ആയതുകൊണ്ട്. ഇതിൽ നമുക്ക് മാക്സിമം 2 ലക്ഷം രൂപ വരെയുള്ള ഓഫർ പറയുന്നുണ്ട്. അതിന് പുറമെ ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്ന 11.4 lakhs സ്റ്റാർട്ട് ചെയ്ത് 19.1 or 19.15 lakhs വരെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ ഫോക്സ്വാഗൻ 10.58 lakhs, അതായത് കംഫർട്ട് ലൈൻ നമുക്ക് അത്യാവശ്യം പ്രൈസ് കുറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. സോ അഗൈൻ അതൊരു നല്ല കാര്യമാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് മാക്സിമം ഡിസ്കൗണ്ട് ആണ്. ഇവിടെയും നമുക്ക് സ്പ്ലിറ്റപ്പ് വരുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് പെൻഡിങ് ആണ് അടുത്ത വർഷം. അതെന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. കുറേ കാലം നമ്മൾ ടെസ്റ്റിങ്ങിലൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഇത്രയും നല്ല ഡിസ്കൗണ്ട് ഉള്ളത്. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ 2nd പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ള വാഹനം നമ്മുടെ ജീപ്പ് കോമ്പസ് ആണ്. ഈ വണ്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ വലിയ ഡിമാൻഡിലൊന്നുള്ള വണ്ടിയല്ല. അധികം ആൾക്കാരൊന്നും എടുക്കാറുമില്ല. ഒരു 100 to 200 ഇടയിലൊക്കെയാണ് സെയിൽ വരാറുള്ളത്. ഏതായാലും മാക്സിമം 2.55 lakhs വരെയുള്ള ഡിസ്കൗണ്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിന് സ്പ്ലിറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് 1.3 lakhs ആണ് കൺസ്യൂമർ ഓഫറായിട്ട് വരുന്നത്. 1.1 lakhs കോർപ്പറേറ്റ് ഓഫറാണ്. പിന്നെ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു 15,000 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും ടോട്ടൽ 2.55 lakhs ആയി. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ 17.8 lakhs സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഒരു 26.5 lakhs വരെയൊക്കെയാണ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. നമുക്ക് ഡീസലും പെട്രോളും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്രോൾ ഇപ്പോൾ ഇല്ല, ഡീസൽ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. BS 6.2 വന്നപ്പോൾ ഒരു പെട്രോൾ അങ്ങോട്ട് നിർത്തി. ഇതിനകത്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അപ്ഡേറ്റ് വരുന്നതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. ചെറിയ മൈനർ ഫേസ് ലിഫ്റ്റ് ഒക്കെ വരും, അല്ലാണ്ട് പുറത്ത് വന്ന പുതിയ ജനറേഷനൊന്നും വരില്ല. ഇനി നമ്മുടെ ഈ വർഷാവസാനം കിട്ടുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഡിസ്കൗണ്ട് ഉള്ള വാഹനം സ്കോഡയുടെ കുഷാക്കാണ്. 3.25 ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അത് ഗംഭീര ഓഫറാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജാനുവരി 2026 ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവർക്ക് മാക്സിമം എക്സിസ്റ്റിംഗ് വണ്ടി, അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടികൾ വിറ്റ് തീർക്കാനായിരിക്കണം ഇത്രയും ഓഫർ ഉള്ളത്. 3.25 ലക്ഷം രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ടേ അറിയുള്ളൂ. സ്പ്ലിറ്റപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ 10.6 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 18 lakhs വരെയൊക്കെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഫേസ് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫേസ് ലിഫ്റ്റ് ആണ്. ഫ്രണ്ട് ആൻഡ് റിയർ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡ് ചെറിയ വ്യത്യാസം, അതുപോലെ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ലെവൽ 2 ADAS, 360° ക്യാമറ, അങ്ങനത്തെ ഫീച്ചേഴ്സും പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അതാണ് ഈ വർഷം അവസാനത്തേക്ക് നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിസ്കൗണ്ട്സ് ഉള്ള വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ഏതായാലും ആക്സറീസ് ആൻഡ് ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.